മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് ജൂലൈ 30 ഹൃദയഭൂമിയിൽ അന്തിയുറങ്ങുന്ന 3 സഹോദരങ്ങളെ കാണാൻ കുഞ്ഞു ദിയ എത്തി. പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് തന്നോട് ഏറെ സ്നേഹമായിരുന്നുവെന്ന് ദിയ നൊമ്പരത്തോടെ പറയുന്നു. അപകടത്തിൽപ്പെട്ട അച്ഛനെയും അമ്മയെയും ജീപ്പെടുത്ത് രക്ഷിക്കാൻ വരുന്ന മക്കളുടെ ചിത്രം വരച്ച ധ്യാൻ സഹോദരങ്ങളായ നിവേദിനും ഇഷാനുമൊപ്പം ഇപ്പോൾ മണ്ണിനടിയിലാണെന്ന വേദനയും ബന്ധുവായ ദീപ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് ജൂലൈ 30 ഹൃദയഭൂമിയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവർ ഒരു നോക്ക് കാണാൻ വന്ന ഒട്ടനവധി പേരെ നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ തന്നെ ചിലരുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞു മുളെ എങ്ങനെയാണ് ഇന്നിപ്പോൾ കണ്ടുല്ലേ? എൻ്റെ അനിയന്മാരത് എൻ്റെ 3 മക്കൾ എൻ്റെ അനിയന്മാരാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. അപ്പോൾ അവർ കൽപ്പറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ പോകണം. അങ്ങനെ ജനലൊക്കെ തൂങ്ങി പിടിച്ച് ഭയങ്കര ഇതായിരുന്നു. പേര് ദേവനന്ദ. എത്ര ക്ലാസ്? 7th. ഇവർ നിവേദം ഇവരൊക്കെ പിന്നെ ഒരുമിച്ച് സ്കൂളിലൊക്കെ പോകുന്നു. അവർ 3 ഒരുമിച്ച് സ്കൂളിലൊക്കെ പോവുക, പിന്നെ മിഠായി മേടിക്കുക, കുറുമ്പ് കളിക്കുക, അങ്ങനെ ഭയങ്കര. എന്തായാലും ഇന്ന് ഇവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. പിന്നെ ഭയങ്കര വിഷമമാണ് അവർ ഇല്ലാത്തതിൻ്റെ. ഇതും വേണം പറഞ്ഞിരുന്നു. അപ്പം അത് അന്ന് വന്നപ്പോൾ ഞങ്ങൾ വണ്ടി വേണം, അവനെപ്പോഴും വണ്ടി വേണം, 3 ആൾക്കും വണ്ടി കൊണ്ടുവച്ചു. ചെറിയ കുഞ്ഞു ബൈക്കുകൾ ഭയങ്കര ഇഷ്ടം, അത് കൊണ്ടുവച്ചു. ക്രയോൺസ് ഇതും വേണം. കുഞ്ഞ് വരുമ്പോൾ അവനെപ്പോഴും ചിത്രം വരയ്ക്കും. അപ്പോൾ ഒരു കഴിഞ്ഞതിൻ്റെ മേലത്തെ വർഷം ആളൊരു ചിത്രം വരച്ചു, ഒരു 3 പെട്ടിയിൽ. എന്നിട്ട് പറഞ്ഞു അമ്മച്ചി അച്ഛനും മരിച്ചു കിടക്കണത് ആ ചിത്രം വരച്ചേന്ന്. കുട്ടി ആ ചിത്രം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ആ 3 പെട്ടി ഇതെന്താ ഷാനെ വരച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മച്ചിയും മരിച്ചിട്ട് ആ പെട്ടീൻ്റെ അകത്ത് കിടക്കണത് വരച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ മക്കളാണ് പോവാ, അച്ഛനും അമ്മേനും ബാക്കിയാക്കിയിട്ട് മക്കളാ പോയത്. നിങ്ങൾ ഇവരുടെ കരാട്ടെ അധ്യാപകൻ്റെ കൂടെ അവരല്ലേ? അത് പിന്നെ ഞങ്ങൾക്ക് അന്ന് ഒരു 10:30 30-ാം തീയതി ഒരു 10:30 ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഞങ്ങളെ നന്ദുമോൻ്റെ പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്, വിളിച്ചു നന്ദാന്ന് തോന്നുന്ന പെണ്ണെ ഒന്ന് പോയി നോക്കുമെന്ന്. അപ്പോൾ ആ കുട്ടിക്ക് ഞെരങ്ങലും കൊണ്ട് കുട്ടിക്കൊന്നും സംസാരിക്കാനൊന്നും വയ്യ. ആരാന്ന് ചോദിക്കുമ്പോൾ ഒന്നും അതിന് പറ്റുന്നില്ല. അത് ഒരുപാട് മണിക്കൂറുകളോളം മണ്ണിൻ്റെ അടി കിടന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയപ്പോൾ മേലൊക്കെ കണ്ടപ്പോൾ മോൻ്റെ പോലെ തന്നെ ഉണ്ട്. അങ്ങനെ അവർ കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാൻ, മണ്ണടിഞ്ഞിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുണ്ടായില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പിന്നെ മോളെ ഇവരെ അമ്മേൻ്റെ ആങ്ങളെയും അവരെ കൂട്ടുകാരുമാണ്. ഞാൻ പറഞ്ഞു ഇനി നമ്മളതാണോ അല്ലേ അറിയില്ല, ഒരു ജീവനല്ലേ, നിങ്ങൾ ഉടനെ കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അങ്ങനെ അവർ എടുത്തിട്ട് കോളേജ് എത്തി. പിന്നെ പെണ്ണുങ്ങൾ വേണം ICUവിൽ നിൽക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ അനിയത്തിയും 5ാമത്തെ ദിവസമാണ് അറിഞ്ഞത് ഞങ്ങളെ കുട്ടിയല്ലാന്ന്. ഞങ്ങളൊരാളെങ്കിലും കിട്ടിയല്ലോ എന്ന് ഉള്ള സമാധാനത്തിൽ എൻ്റെ മോൾക്ക് ഒരാളെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ളതിൽ കണ്ണ് അടയ്ക്കാതെ അവന് വേണ്ടി കാവലിരുന്നു. പക്ഷെ അവന് ഒരമ്മ മാത്രമേ ഉള്ളൂ ബാക്കിയായത്. അത് നഷ്ടപ്പെട്ടു. ആ മോനും ഉഷാറായിട്ടുണ്ട്. അവരിപ്പോൾ പാലക്കാടുണ്ട്, രമ്യ. ഇതുപോലെ ഒട്ടനവധി നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ 1-ാം വാർഷികത്തിലും ഇവർ ഒരുമിച്ച് കഴിയുകയാണ്. ഈ ജൂലൈ 30 ഹൃദയഭൂമിയിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KM, കേരള വിഷൻ ന്യൂസ്.